ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ടിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അതായത് അതിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഗോണാണെങ്കിൽ ആ ഒരു മാച്ചിലേക്ക് ടൈഫൂണിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ ടൈഫൂണിൻ്റെ ഓപ്പണൻ്റായിട്ട് വരാൻ പോകുന്ന പോപ്പിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. പോപ്പിക്ക് പകരം ഇവിടെ മത്സരിക്കാൻ പോകുന്ന തണ്ണാണെന്ന്. അങ്ങനെ അതും പറഞ്ഞ് തണ്ണിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സീൻ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അങ്ങനെ അവനെ ഇൻവൈറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തനിക്കിട്ട് പണി വരുന്നതാണെന്ന് പുവിഷിന് മനസ്സിലാവുന്നുണ്ട്. പുവിഷാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുവാണല്ലേ എന്നിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ടും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പണി കൊടുത്തോണ്ട് തന്നെ പൂവിഷ് തിരിച്ച് പണി കൊടുക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂവിഷിന് ആ നേരത്ത് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കാനായിട്ട് പഗോണാണെങ്കിൽ പറയുന്നുണ്ട്, ഇന്ന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ബോക്സിംഗ് മാച്ച് എല്ലാം തന്നെ ലൈവ് സ്ട്രീമിംഗ് ആയിട്ടും വീഡിയോ എടുത്തും ഒക്കെ തന്നെ ആൾക്കാരെ കാണിക്കാവുന്നതാണ്. ഇപ്പോഴേ തുടങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം ആൾക്കാരെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ മായും ക്ലാവോയും എല്ലാവരും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോകുന്നുണ്ട്. പൂവിഷിന് അതൊരു പണി കിട്ടുന്ന സംഭവമായിരുന്നു. കാരണം ഈ ലൈവ് സ്ട്രീമിംഗ് പോകുമ്പോൾ അവിടെ വെച്ച് നേരിട്ട് ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പൂവിഷ് എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കുകയാണ്. ആ സമയം പൂവിഷ് പോകുന്ന കണ്ടിട്ട് പഗോണാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ പൂവിഷിന് എല്ലാവരും ഒന്ന് താങ്ക്സ് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം എല്ലാവരും പൂവിഷിനെ നോക്കുകയാണ്. അങ്ങനെ പൂവിഷിനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. അയാൾക്ക് അവിടെ തന്നെ തിരിച്ചിരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് തണ്ണും ടൈഫോണും തമ്മിലുള്ള ആ ഒരു മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവിടെ സെക്യൂരിറ്റി റൂമിൽ എയ്റ്റും ഡാർവിനും കൂടി ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ടൈമിന് ഡാർവിനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയ്റ്റ് അവൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ആ സമയം ഡാർവിനാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിതിന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എയ്റ്റ് അപ്പോൾ നമുക്കിതെല്ലാം തന്നെ സോൾവ് ആക്കാൻ പറ്റും, പിന്നെ എനിക്കിതിന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും കമ്പ്യൂട്ടറിൽ എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം അവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തണ്ണും ടൈഫോണും ഫൈറ്റ് ചെയ്യുമ്പോൾ ടൈഫോൺ പറയുന്നുണ്ട്, അന്നത്തെ പോലെ ഞാൻ ഇത്തവണ സ്റ്റീറോയിഡോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല വന്നേക്കുന്നത്, എനിക്കല്ലാതെ ഫൈറ്റ് ചെയ്ത് തന്നെ നമ്പർ 1 ആവണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ താഴേക്ക് വീഴുന്നൊക്കെ ഉണ്ട്. ആ സമയം എല്ലാവരും തന്നെ എഴുന്നേക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തണ്ണിൻ്റെ അമ്മയും വീട്ടിൽ ഇരുന്ന് TV കാണുമ്പോൾ തണ്ണ് പ്ലീസ് ഒന്ന് എഴുന്നേക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം തണ്ണിൻ്റെ മനസ്സിൽ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് എഴുന്നേക്കാനായിട്ട് പറയുന്നതും ടൈഫോണുമായിട്ട് വീണ്ടും അവൻ ഫ്രണ്ട് ആകുന്നതും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. വീണ്ടും ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം വിന്നൻ അനൗൺസ് ചെയ്യുമ്പോൾ ജയിച്ചത് തണ്ണായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. തണ്ണിൻ്റെ അമ്മയും എല്ലാവരും തന്നെ. ആ സമയം കീനും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് തണ്ണിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നേരം പൂവിഷാണെങ്കിൽ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. തണ്ണിനെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കീൻ അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തണ്ണിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ തണ്ണാണെങ്കിൽ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവനെയും കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം പൂവിഷാണെങ്കിൽ അകത്തൊരു റൂമിലേക്ക് വന്നിട്ട് അയാളുടെ 2 ഗാർഡ്സിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് പെച്ചിൻ്റെ അക്കാഡമിയിലുള്ള എല്ലാവരും പിടിച്ചുകൊണ്ട് വരണം, പ്രത്യേകിച്ച് കീനിനെ പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് കീനും തണ്ണും കയറി വന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം പെച്ച് നിങ്ങൾ എന്തെങ്കിലും വന്ന് നന്നായി, പക്ഷേ നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി, ഞാൻ നിങ്ങൾക്ക് എന്തുമാത്രം അവസരം തന്നതാണ്, മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്നാൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കീനാണെങ്കിൽ എന്ത് അവസരം, തൻ്റെ അടിമയായിട്ട് കഴിയാനോ, ആർക്കാ തൻ്റെ അടിമയായിട്ട് കഴിയാൻ അത്രയ്ക്ക് ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം പൂവിഷാണെങ്കിൽ എങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ തോക്കെടുത്തിട്ട് ഇവർക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ആ സമയം ഇവരൊന്നും ടെൻഷനാകുന്നുണ്ട്. അയാളപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു ചാൻസ് തരാം, ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ പോലെ നീയും മരിക്കുമെന്ന് കീനിനോട് പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കീനിൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീനിൻ്റെ അച്ഛന് ഇയാൾ സിയാത്തെപ്പാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനായിട്ട് ഇയാൾ ഇല്ലീഗലായിട്ട് നടത്തുന്ന ആ ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ സ്ഥലത്ത് പോയിട്ട് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അതെല്ലാം ഇയാളൊരു പെൻഡ്രൈവിലാക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിനായിരുന്നു അങ്ങോട്ടേക്ക് പൂവിഷിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇയാളെ പിടിച്ച് അറ്റാക്ക് ചെയ്തതും പിന്നെ കൊല്ലുകയും ചെയ്തതും. അങ്ങനെ ഇപ്പോൾ അത് കാണിച്ചിട്ട് പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും കീൻ പൂവിഷിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ആ സമയം പൂവിഷ് കീനിനെ പിടിച്ച് വെച്ചിട്ട് തണ്ണിന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് കീനിൻ്റെ അടുത്ത് മര്യാദൻ്റെ അച്ഛൻ്റെ ആ ഒരു ക്രിപ്റ്റോയുടെ കോഡ് പറഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് തണ്ണിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫ്ലവർ പോട്ടിലേക്ക് ഇയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തണ്ണിനെ ഷൂട്ട് ചെയ്യാൻ കാണിക്കുന്ന നിൽക്കുമ്പോൾ കീനും തണ്ണും ചിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് അയാളെടുത്ത് തന്നെ പറ്റിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാം തന്നെ ലൈവായിട്ട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേഡിയത്തിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ കാണുന്നുണ്ടായിരുന്നു. കാരണം ആ റൂമിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കീനിൻ്റെ അച്ഛൻ അന്ന് മരിക്കുന്നതിന് മുന്നേ ആ ഒരു ഇല്ലീഗൽ സ്റ്റേഡിയത്തിൽ പോയിട്ട് എടുത്ത ആ ഒരു വീഡിയോസ് സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ 8 ആണെങ്കിൽ സെക്യൂരിറ്റി റൂമിലെ കമ്പ്യൂട്ടറിലൂടെ എന്തൊക്കെയോ ചെയ്തിട്ട് പ്ലേ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ അതും ആൾക്കാർ കാണുന്നുണ്ട്. ആ വീഡിയോയിൽ കീനിൻ്റെ അച്ഛൻ ഷൂട്ട് ചെയ്ത പൂവിഷ് ചെയ്യുന്ന ഓരോ ക്രൈംസും ഒക്കെ പ്ലേ ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. അവരുടെ ഫോണിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ടും റെക്കോർഡ് ചെയ്തും ഒക്കെ തന്നെ ആൾക്കാരെ മൊത്തം കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കീനിനെ പിടിച്ച് വെച്ചിരുന്ന പൂവിഷ് അവനെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. ആ സമയം ആ റൂമിലേക്ക് ക്ലാവോയും പിന്നെ മായും എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇതെല്ലാം ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂവിഷാണെങ്കിൽ അയാളുടെ തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അതേസമയം ആ ഒരു പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുടെ എൻഡിങ്ങിൽ കീനിൻ്റെ അച്ഛനാണെങ്കിൽ കീനിനോട് സംസാരിക്കുന്നുണ്ട്. മോനെ നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ഞാൻ അതിന് ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്
ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും കീനും ഇരുന്ന് കരഞ്ഞു പോവാണ്. ഇതേസമയം എട്ടാണെങ്കിൽ പെച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് പതുക്കെ ആൾക്കാരും കാണാതെ ബാക്ക് സൈഡിലെ സ്റ്റേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പെച്ചിനെയും കൊണ്ട് പോകാനാണ് ശ്രമിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ ആ സമയം പെട്ടെന്ന് ടൈഫൂൺ വരുന്നുണ്ട്. എട്ടുമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടൊരു നല്ല ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ടൈഫൂൺ ചെന്ന് വീഴുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ പെച്ചും കയറുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ട് എട്ടിനെ അങ്ങ് അടിച്ചിടാണ്. പിന്നീട് പൂവിഷിനെ കാണിക്കുകയാണെങ്കിൽ ആരും കാണാതെ പൂവിഷി എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നോണ്ടേ തന്നെ ഇയാൾ ഏതൊക്കെ ടേബിളിൽ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് കിട്ടുന്നില്ല. അയാളുടെ റൂമിൽ വന്നിട്ടായാൽ പോലും എന്തോ ഒരു സംഭവം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യത്തിൽ ഇയാൾ കാണിക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ട് ഈ പഗോൺ കയറി വന്നത്. എന്നിട്ട് പെൻഡ്രൈവ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കാണിച്ചിട്ട് ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പൂവിഷാണെങ്കിൽ ഇതിനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അയാളുടെ പട്ടിയായിട്ടുള്ള ജൊനാഥനെ വിളിക്കുകയാണ്. എന്നാൽ വിളിക്കുമ്പോൾ ആ പട്ടി വരുന്നില്ല. അയാളങ്ങനെ ഇതെവിടെ പോയി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പഗോൺ വിളിച്ചിട്ട് 3-4 പയ്യന്മാർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഈ പയ്യന്മാർ പൂവിഷിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അതായത് പലരും അടിക്കാനും കൊല്ലാനൊക്കെ ആയിട്ട്. എന്നാൽ അവന്മാരിപ്പോൾ കയറി വരുമ്പോഴത്തേക്കും പൂവിഷാണെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് മര്യാദയ്ക്ക് നിന്നോളാനും പറയുന്നുണ്ട്. എന്നാൽ അവന്മാർ കേൾക്കുന്നില്ല. പൂവിഷിനെ പിടിച്ചു വെച്ചിട്ട് എന്തോ പട്ടിയുടെ ഫുഡാണെന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനത്തെ ഒരു പ്ലേറ്റിലായിരുന്നു എന്തോ ഒരു സംഭവം പൂവിഷിനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് നിർബന്ധിച്ച് തന്നെ. അയാളത് വിഴുങ്ങി കഴിയുന്നതും ഇയാൾക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. ഇയാൾ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഇയാളുടെ വായിൽ നിന്ന് പതയൊക്കെ വരുന്നുണ്ട്. ഇയാളെപ്പോൾ നിങ്ങൾ എനിക്ക് എന്താ തന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇയാളങ്ങ് അനങ്ങാതങ്ങായി പോവുകയാണ്. മരിച്ചോന്ന് അറിയത്തില്ല. എന്തായാലും പഗോണും അവിടെ ഉണ്ടാകുന്ന മറ്റ് പയ്യന്മാരും എല്ലാവരും അയാളെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കീനിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. കീൻ ഒരിടത്ത് മാറിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും പോലീസിൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം തണ്ണും കീനിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ പോലീസുകാർ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് പൂവിഷുമായിട്ട് കണക്ഷൻ ഉണ്ടായി എന്നൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കീനപ്പോൾ അതൊക്കെ കേട്ടിട്ട് എല്ലാം അവസാനിച്ചല്ലോ എന്നൊരു സമാധാനത്തിരിക്കുന്നുണ്ട്. തന്നപ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് മുന്നേ ഒരിക്കൽ പറഞ്ഞില്ലേ നിനക്ക് ബാക്കിയുള്ളൊരു ഫാമിലി ഞാൻ മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ആക്ച്വലി പെച്ചിൻ്റെ അക്കാഡമിയിലുള്ള എല്ലാവരും നിൻ്റെ ഫാമിലിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പെച്ചും അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എൻ്റെ മോനെ പോലെ തന്നെയാണ്, പിന്നെ എൻ്റെ ബോക്സിംഗ് ക്യാമ്പ് അത് എൻ്റെയും കൂടെ വീടല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കീനാണെങ്കിൽ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ടൈഫൂണും ഇവരുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് 1 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ക്ലാവോ ആണെങ്കിൽ അവളുടെ ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് ഇങ്ങനെ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ലേഡിക്ക് കുറേ തട്ടിപ്പുകാർ അവരിൽ നിന്ന് കൊണ്ടുപോയ പൈസ അവരുടെ വീട്ടിലേക്ക് ആരോ തിരിച്ചോട്ട് വെച്ചേക്കുന്നു. അതിൻ്റെ അകത്ത് ഇത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ അന്ന് ആൾക്കാർ കൊണ്ടുപോയ പൈസയാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ടൊന്ന് ആക്കുകയാണെങ്കിൽ നല്ലത് മാത്രം വരട്ടെ എന്നൊക്കെ ആ ഒരു ലേഡി ആ ന്യൂസിൽ കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം ക്ലാവോ വീണ്ടും അടുത്ത ന്യൂസൊക്കെ പറയുന്നുണ്ട്. അതായത് നാളെ ആകുമ്പോഴത്തേക്കും പൂവിഷ് എന്ന് പറയുന്ന അയാൾ മരിച്ചിട്ട് 1 വർഷം ആവുന്നു. അതായത് പൂവിഷ് അപ്പോൾ 1 വർഷം മുമ്പ് തന്നെ അന്ന് പഗോണിൻ്റെ മുന്നിൽ വെച്ച് അയാൾ ശരിക്കും മരിച്ചു പോയത് തന്നെയായിരുന്നു. പിന്നെ അടുത്ത് യട്ടനെ പറ്റി പറയുന്നുണ്ട്. യട്ടും ഇങ്ങനെ പൂവിഷിൻ്റെ കൂടെ നിന്നൊരു പയ്യനാണ്. അവൻ ഒത്തിരി പൈസ വെച്ചിട്ട് കുറേ കളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനിപ്പോൾ ജയിലിലായിരിക്കുകയാണ്. അതേപോലെ തന്നെ പൂവിഷാണെങ്കിൽ ഒരു ഇല്ലീഗൽ ഫൈറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഡ്രഗ്സ് അതൊക്കെ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കമ്പനി അതിലുള്ളവരും ജയിലിലായിട്ടുണ്ട്. പിന്നെ പഗോണും ജയിലിലായിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ പൂവിഷിൻ്റെ കൂടെ നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തണിനെയും കീനിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവരാണെങ്കിൽ ഒരു ബോക്സിംഗ് ക്യാമ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ആക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കീന് ചെയ്യുന്നുണ്ട്. ആ സമയം തണ്ണിന് എന്തോ ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ അത് സംസാരിച്ച് കഴിഞ്ഞിട്ട് തണ്ണാണെങ്കിൽ കീനിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എനിക്ക് ജപ്പാനിൽ നിന്നൊരു കോൾ വന്നു, അവിടുത്തെ ബോക്സിംഗ് ക്യാമ്പിൽ അവിടെ കോച്ചായിട്ട് പോയി നിൽക്കാമോന്ന്. പക്ഷേ 2 വർഷത്തെ കോൺട്രാക്റ്റാണ്. അപ്പോൾ 2 വർഷത്തേക്ക് അങ്ങോട്ട് പോയി നിൽക്കേണ്ടി വരുമെന്ന്. അത് കേൾക്കുമ്പോൾ കീനിന് സങ്കടമാവുന്നുണ്ട്. കാരണം മാറി നിൽക്കേണ്ടി വരുമല്ലോ 2 വർഷം. എന്നാലും കീൻ പറയുന്നുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് ഇൻ്റർനാഷണൽ ബോക്സിംഗ് ക്യാമ്പല്ലേ, നീ അങ്ങോട്ടേക്ക് പൊക്കോ, എൻ്റെ ഒരു ഇതിൽ അതായിരിക്കും നല്ലത്, നിനക്കെന്താ തോന്നുന്നത്, നീ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ തന്നാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് പഗോൺ അവരുടെ അടുത്തേക്ക് വരുന്നത്. 1 വർഷം മുമ്പായിരുന്നു പഗോൺ ജയിലിലായത്. ഇന്നാണെങ്കിൽ പഗോൺ റിലീസാവുകയും ചെയ്തായിരുന്നു. അപ്പോൾ പഗോണിനെ കാണുമ്പോൾ കീനാണെങ്കിൽ ക്ലാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇന്ന് റിലീസാവുമെന്ന്, ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പഗോണാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ വന്നേന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയം തണ്ണിപ്പോഴും അവൻ്റെ അച്ഛനോട് ക്ഷമിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം പഗോണിൻ്റെ മൈൻഡില്ലാതെയാണ് നിൽക്കുന്നത്. അത് കീനും ശ്രദ്ധിക്കുന്നുണ്ട്, പഗോണും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഗോൺ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് സോറി പറയാനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ അവൻ്റെ അച്ഛനോടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ പറയുന്നുണ്ട് തണ്ണിനോട് നീയാണെങ്കിൽ എൻ്റെ അവസ്ഥ ഒരിക്കൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളാണെങ്കിൽ നന്നായിട്ട് തന്നെ പൂവിഷിനെതിരെ പോരാടി അവസാന നിമിഷമാണ് ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നത്, അതെനിക്കറിയാം. പക്ഷേ എന്നാലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ അച്ഛാ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുന്നുണ്ട്. അവരുടെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അയാളാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ വന്ന് അമ്മേനെ കാണാനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പെച്ചിനെയും ഡാർവിനെയാണ്. അവരുടെ ബോക്സിംഗ് റിങ്ങിൻ്റെ സൈഡിൽ നിന്നിട്ട് മായിയും ടൈഫോണും എയ്റ്റും ഒക്കെ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം എയ്റ്റിൻ്റെ അനിയത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആളുടെ സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു. ആളിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ അനിയത്തി ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ഇവളോട് തന്നെയാണ് നിൽക്കുന്നത്.
വീറ്റാണെങ്കിൽ അവൻ്റെ അനിയത്തി വരുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് നീ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോകാന്ന്. ആ സമയം മായിക്കും ടൈഫൂണ്ട് നാളെ ഒരു ബോക്സിംഗ് മാച്ച് ഉണ്ടായിരുന്നു. നാളത്തത് മായിയുടെ ഫസ്റ്റ് ബോക്സിംഗ് മാച്ചാണ്. അപ്പം മായിയുടെ അടുത്ത് നീ എന്നെ റെഡി അല്ലേ എന്നൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എപ്പോഴേ റെഡിയാന്നൊക്കെ മായി പറയുന്നുണ്ട്. അതേസമയം തന്നെ മായാണെങ്കിൽ ഡാർവിൻ്റെ അടുത്ത് മറ്റേ വെയ്യിങ് സ്കെയിൽ അത് പൊട്ടിയിരിക്കുവാണെന്ന് പറയുന്നുണ്ട്. ഡാർവിനപ്പോൾ അത് വീണ്ടും പൊട്ടിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അത് നന്നാക്കാനായിട്ട് എയ്റ്റിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അതങ്ങനെ നന്നാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എയ്റ്റ് പറയുന്നുണ്ട് നമുക്കിത് മാറ്റി വേറൊന്ന് വാങ്ങാമെന്നൊക്കെ. ആ സമയം ഡാർവിൻ അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും റൊമാൻറ്റിക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം കീനും തണ്ടും കൂടെ ആയിട്ട് കീനിൻ്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോയൊക്കെ അന്ന് ക്ലൂ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയപ്പോൾ അവൻ ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പുതിയതാക്കി അവൻ വീണ്ടും കൊണ്ടുവയ്ക്കാനായിട്ട് ചെന്നേക്കാണ്. ആ സമയം അങ്ങോട്ടേക്ക് കീനിൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. കീനപ്പോൾ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ സഹായിച്ചതിന് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അയാളും അപ്പം മുമ്പ് നിൻ്റെ അച്ഛനെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, അക്കാര്യത്തിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയപ്പോഴാണ് ഇത്രയും സമാധാനമായത്. നിൻ്റെ അച്ഛൻ ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അഭിമാനിക്കും. എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കീനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ വയ്ക്കുന്നുണ്ട്. അവരെ ഫോട്ടോ നോക്കിയിട്ട് ഇനി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന കീനും തണ്ടും കൂടെ ആയിട്ട് വരുന്നത് കീനിൻ്റെ പഴയ വീട്ടിലേക്കാണ്. കീനത് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം കീനും തണ്ടും പെച്ചും ഡാർവിനും ഏറ്റും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം കീനും തണ്ടും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കീനും തണ്ടും പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തണ്ണാണെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആവാനൊക്കെ വരുന്നുണ്ട്. കീനപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുന്നൊക്കെ പറയാണ്. എന്നാൽ പിന്നീട് ഒരു ഇൻറ്റിമേറ്റ് ആവുകയാണ്. അടുത്ത ദിവസം തണ്ണ് അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്രോസ് വേർഡ് പസിൽ കീനിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ എളുപ്പമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചിരുന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തണിൻ്റെ അടുത്ത് നീയാണെങ്കിൽ ജപ്പാനിൽ ബോക്സിംഗ് പഠിപ്പിക്കാൻ പോകുന്നതിനെ പറ്റി തീരുമാനിച്ചോ, എന്താ തീരുമാനം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി തീരുമാനിച്ചു, നീ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ കീനിനെ കിസ് ചെയ്യാണ്. അങ്ങനെ അവർ പരസ്പരം കിസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ സീരീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.